മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടും നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടും ബർത്ത്ഡേ പ്ലാനിങ്സ് എൻ്റെ മനസ്സിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിർഭാഗ്യവശാൽ ജോലി റിസൈൻ ഇട്ട് ഇരിക്കുകയായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അപ്പം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി ചെറുതായിട്ടൊന്ന് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ സെലിബ്രേറ്റ് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇത് സംഭവം ഞാൻ രാത്രി 12 മണിക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ കുറച്ച് നേരത്തേക്ക് ഞാൻ താഴത്തെ റൂമിലാക്കിയിട്ട് എനിക്ക് ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ ഒപ്പിക്കാനാണെന്ന്. പക്ഷെ എന്നാലും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ഒരു ഗസ്സും ഉണ്ടായിരുന്നില്ല. ഈ ഫുൾ സംഭവം ആളറിയാത്തതാണ്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്താ പറയുക ഊതി വീർപ്പിച്ച കുറച്ച് ബലൂൺസും പിന്നെ ഈ കേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം കൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ പറ്റും പോലെയുള്ള ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തു. അതുപോലെ ഈ ഷർട്ട് എൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി 12 മണിക്ക് തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത്, പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ആഘോഷിച്ച് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ബർത്ത്ഡേ എന്താ പറയുക കടന്നുപോയി. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ബർത്ത്ഡേയ്സ് ആഘോഷിക്കാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.